97,500 കിലോമീറ്റർ ഓടിയ സമയത്ത് ഇതിന് സർവീസ് ചെയ്യേണ്ടി വന്നു. കാരണം ഓരോ 7,500 കിലോമീറ്ററിൽ മൈനർ ചെക്കപ്പും മേജറായിട്ടുള്ള സർവീസ് വരുന്നത് 15,000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. അപ്പോൾ ഇത് 90,000-ൽ മേജറായിട്ടുള്ള സർവീസ് കഴിഞ്ഞു. ഇപ്പോൾ 97,500 കിലോമീറ്റർ കഴിഞ്ഞു. ആ സമയത്ത് ഒരു മൈനർ ചെക്കപ്പും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ്. ആ സമയത്ത് വന്നിട്ടുള്ളൊരു ചിലവ് എന്താണെന്നുള്ളതായിരുന്നു നോക്കാം. എൻ്റെ പേര് വിനോദ്. ഞാൻ കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയാണ്. കഴിഞ്ഞൊരു 4 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു ടാറ്റ സഫാരി XT+ ഉപയോഗിക്കുന്നു. അപ്പോൾ സർവീസിന് വരുന്ന സമയത്ത് നമുക്കറിയാം ഇത് എന്താ വേണ്ടത്, പുതിയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ BS6 വണ്ടി ആയതുകൊണ്ട് അതിൽ ഡഫ് ഉപയോഗിക്കേണ്ടതുണ്ട്. പുകവലി ഇതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് 10 ലിറ്ററാണ്, 15 ലിറ്ററാണ് ടാങ്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ബാക്കി 5 ലിറ്റർ ഉണ്ടാവും. ബാക്കി അതുകൊണ്ട് 10 ലിറ്ററാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് 966 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടാക്സ് അടക്കം 1,140 രൂപ വന്നു. ഓക്കെ. പിന്നെ വിൻഷീൽഡ് ഫ്ലൂയിഡ്, നമ്മൾ ഗ്ലാസ് കഴുകാനുള്ള ഒരു ഇത് ഒഴിക്കുന്നുണ്ടല്ലോ, ഒരു സോപ്പ് വെള്ളം, അത് 2 പാക്കറ്റാണ് ഒഴിച്ചിട്ടുള്ളത്. അതിന് 80 രൂപയായി. അതുപോലെ തന്നെ സീറ്റ് കവർ, നമ്മൾ സീറ്റ് കവർ പ്രൊട്ടക്ഷൻ എന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പിന്നെ മെക്കാനിക്ക് കയറുന്ന സമയത്ത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി അത് കവർ ചെയ്യും. അതിന് വേണ്ടുന്ന സീറ്റ് കവർ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വരുന്ന വില എന്ന് പറഞ്ഞെങ്കിൽ 46 രൂപയാണ്. അതിന് ടാക്സ് അടക്കം വരുന്നത് 55 രൂപയായി. അതുപോലെ തന്നെ സർവീസ് പ്ലസ് വർത്ത് ലൂബ്രിക്കൻ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണിക്കുന്നുണ്ട്. അതിന് 300 രൂപയാണ്. ടാക്സ് അടക്കം 345 രൂപയിലേക്ക് വന്നു. അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റം ചെക്ക് ചെയ്യുന്നതിനും അതിൻ്റെ ക്ലീനിങ്ങും എല്ലാം കൂടി ആയിട്ട് വന്ന പൈസ 937.50 പൈസയാണ്. അപ്പോൾ അത് ടാക്സ് അടക്കം 1,106 രൂപ 25 പൈസ വന്നു. ഓക്കെ. അപ്പോൾ പിന്നെ അടുത്ത് വരുന്നത് വർത്ത് AC വെൻ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അതൊരു കാരണവശാലും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ 90,000 കിലോമീറ്റർ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു. അതിന് 800 രൂപയാണ് മൊത്തം. അതിന് ടാക്സ് അടക്കം വന്നുള്ള പൈസ 944 രൂപയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ചെക്ക് കൺസ്യൂമബിൾ എന്ന് പറഞ്ഞിട്ടൊരു ചാർജ് വന്നിട്ടുണ്ട്. അത് 170 രൂപയാണ് അതിന് ചാർജ്. ടാക്സ് അടക്കം 200 രൂപ 60 പൈസ വന്നു. അതുപോലെ തന്നെ ഈ മൈനർ സർവീസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ചാർജ്, അത് വന്നത് 1,230 രൂപയാണ്. അത് ടാക്സ് അടക്കം 1,451 രൂപയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ പൈസ വരുന്നത് നമുക്ക് 4,518 രൂപ ബിൽ എമൗണ്ടും, അപ്പോൾ അതിൻ്റെ ടാക്സ് വന്നിട്ട് 813 രൂപ ആണ് വന്നുള്ളത്. ടോട്ടൽ ബില്ല് വരുന്നത് 4,056 രൂപ 25 പൈസയാണ്. അതിൽ CGST വരുന്നത് 309 രൂപ 38 പൈസ. SGST വരുന്നത് ലേബറുടെ 309 രൂപ 38 പൈസയാണ്. അങ്ങനെ ടോട്ടൽ എമൗണ്ട് വന്നുള്ളത് 5,331 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരു 944 രൂപയും എക്സസ് ആയിട്ടുള്ള വന്നുള്ളൊരു പൈസയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു 944 രൂപ കുറയ്ക്കേണ്ടതാണ്. പക്ഷേ ഞാനത് പറയാത്തതും അത് ചെയ്യേണ്ടാത്തൊരു സർവീസായിരുന്നു. പിന്നെ ഡഫിന് എന്തായാലും സർവീസ് ചെയ്യുന്ന സമയത്താണ് ഞാനത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു 1,140. അപ്പം ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏകദേശം 2,000 ചില്ലാൻ രൂപ ഈ ഒരു സർവീസിൽ ആ രീതിയിൽ തന്നെ പോകും, ഈ പറഞ്ഞ AC വെൻ്റ് ക്ലീനിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഡഫിൻ്റെ. അപ്പോൾ ബാക്കി വരുന്നൊരു പൈസ എന്ന് പറഞ്ഞെങ്കിൽ 5,331 എത്രയാ 1,140 2,100 കുറച്ച് ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന ഒരു 3,200 രൂപയോളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് അത്ര വലിയൊരു സർവീസ് ചാർജ് അല്ല. ഞാൻ പറഞ്ഞ ഡഫിൻ്റെയും ആ AC വെൻ്റിൻ്റെയും കൂടെ കൂടിയോണ്ടാണ് ഈ ഒരു വലിയൊരു എമൗണ്ടായിട്ട് 5,000 ചില്ലാൻ രൂപയായിട്ട് 1,331 ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, നമസ്കാരം.